കഴിഞ്ഞ കുറച്ചുകാലമായി ഫുട്ബോൾ ലോകത്ത് ഏറെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരു പരിശീലകൻ തന്നെയായിരുന്നു സാബി അലൻസോ എന്ന സ്പാനിഷുകാരൻ. റെലഗ്രേഷന്റെ വക്കിലെത്തിയ ബയർ ലെവർകൂസൻ എന്ന ജർമ്മൻ ക്ലബിനെ അയാൾ ഉയർത്തിക്കൊണ്ടുവന്നൊരു കഥയുണ്ട്. അതൊരു വല്ലാത്ത കഥയാണ്. എന്നാൽ തന്നെ താനാക്കി മാറ്റിയ സാബിയുടെ പീക്ക് പെർഫോമൻസ് കാണാൻ കഴിഞ്ഞ ലോസ് ബ്ലാങ്കോസിന്റെ വെള്ളപ്പട്ടാളങ്ങളാകട്ടെ കുറച്ചധികം നാളായി ഒരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്നു. ഡോൺ കാർലോ എന്ന വിഖ്യാത പരിശീലകൻ താൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിലേക്ക് വീണ്ടും ഒരു റീ എൻട്രി നൽകിയതെങ്കിലും അത്ര സുഖകരമായിരുന്നില്ല അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വരവ്. ഒരു കിരീടം പോലും ബെർണാബുവിലെത്തിക്കാൻ കഴിയാതെയാണ് റയൽ ലാസ്റ്റ് സീസൺ അവസാനിപ്പിച്ചത്. വി ഹാവ് എ സ്ട്രോങ് ടീം, ദെൻ വി വാൻ എ ന്യൂ മാനേജർ, ന്യൂ സിസ്റ്റം എന്നിങ്ങനെ മാഡ്രിഡ് ആരാധകർ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അതിനുത്തരമായി റയൽ പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസിന് അധികമൊന്നും തലപുകക്കേണ്ടി വന്നില്ല. റയലിന്റെ സിസ്റ്റത്തിലൂടെ വളർന്ന് റയൽ മാഡ്രിഡിനെ അത്രത്തോളം അറിയുന്ന സാബി അലൻസോയെ തന്നെ പെരസ് റയലിന്റെ കൂടാരത്തിലെത്തിച്ചു. സാബി അലൻസോയെ സംബന്ധിച്ചിടത്തോളം ഹൈലി ടാസ്ക് തന്നെയാണ് സാബി ഏറ്റെടുത്തത്. റയൽ മാഡ്രിഡിനെ പോലത്തെ ഒരു ലോകോത്തര ക്ലബിലേക്ക് കേവലം 2-3 വർഷത്തെ പരിശീലക പരിചയം മാത്രമുള്ള സാബിയുടെ വരവ് പലരെയും സംശയത്തിന്റെ മുൾമുനയിലെത്തിച്ചു. എന്നാൽ റയൽ പ്രസിഡന്റ് പെരസ് അവർക്ക് ഇങ്ങനെ മറുപടി കൊടുത്തു. സാബിയുടെ അച്ഛൻ നല്ലൊരു പരിശീലകനായിരുന്നു. കൂടാതെ ജോസെ മൗറിഞ്ഞോ, കാർലോ അഞ്ചലോട്ടി, പെപ് ഗാർഡിയോള തുടങ്ങിയ പരിശീലകരുടെ സിസ്റ്റത്തിൽ കളിച്ചു വളർന്നവനാണ് സാബി അലൻസോ. ഐ തിങ്ക് ഹി ക്യാൻ ഡു ദിസ് ജോബ്. 2025 ജൂൺ 1 സാബി റയലിന്റെ കോച്ചായി ഒഫീഷ്യലായി തീരുമാനമെടുത്തത്. തന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ തൊട്ടടുത്ത മാസം വരാനിരിക്കുന്ന ക്ലബ്ബ് വേൾഡ് കപ്പ് അയാൾക്കൊരു ട്രയൽ മാത്രമായിരുന്നു. സാബി അലൻസോയുടെ കീഴിൽ റയൽ മാഡ്രിഡ് അന്നൊരു പുതിയ ശൈലിയിലേക്ക് മാറുകയായിരുന്നു. പരിക്കുകളും താരങ്ങളുടെ ക്ഷീണവും ടീമിനെ അലട്ടിയിരുന്നെങ്കിലും ക്ലബ്ബ് ലോകകപ്പിന് മികച്ച തുടക്കം തന്നെയാണ് അയാൾ നൽകിയത്. ടൂർണമെന്റിൽ റയൽ മാഡ്രിഡ് സാബി അലൻസോയുടെ പുതിയ സിസ്റ്റത്തിനനുസരിച്ച് മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. യുവതാരങ്ങൾക്ക് അധികം അവസരം നൽകുന്ന ശൈലി മുന്നേറ്റത്തിന് കൂടുതൽ ഊർജം പകർന്നു. പ്രത്യേകിച്ചും പ്രീ ക്വാർട്ടർ ഫൈനലിൽ ശക്തരായ യുവന്റസിനെതിരെ 1-0 എന്ന സ്കോറിന് തോൽപ്പിച്ചുകൊണ്ട് മുന്നേറിയത് ആ ടീമിന് വലിയ ആത്മവിശ്വാസം നൽകി. ഈ മത്സരത്തിൽ യുവ അക്കാദമി താരം ഗോൺസാലോ ഗാർഷിയായിരുന്നു നിർണായക ഗോൾ നേടിയത്. കിലിയൻ എംബാപ്പെ പോലുള്ള സൂപ്പർ താരങ്ങൾ പൂർണ്ണമായി ഫിറ്റല്ലാതിരുന്ന ഘട്ടത്തിൽ ഗോൺസാലോ ഗാർഷിയുടെ പ്രകടനം ഏറെ ശ്രദ്ധേയമായി. തുടർന്ന് വന്ന ക്വാർട്ടർ ഫൈനലിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് റയൽ മാഡ്രിഡ് സെമി ഫൈനലിൽ പ്രവേശിച്ചത്. ഈ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയ കിലിയൻ എംബാപ്പയാണ് വിജയ ഗോൾ നേടിയത്. എങ്കിലും പതിയെ റയലിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. സെമി ഫൈനലിൽ PSG-യോട് 4-0 എന്ന വലിയ മാർജിനിൽ പരാജയപ്പെട്ടതോടെ റയലിന്റെ ലോകകപ്പ് പ്രകടനം അവിടം അവസാനിച്ചു. ഈ തോൽവി വലിയ ടീമുകൾക്കെതിരെ സാബിയുടെ സിസ്റ്റം വർക്കാവുന്നില്ല എന്ന വിമർശനം അന്നേ ഉയരാൻ കാരണമായി. റയൽ മാഡ്രിഡിന്റെ പരിശീലകനായി സാബി അലൻസോ ചുമതലയേറ്റതിനു ശേഷമുള്ള ടീമിന്റെ പ്രകടനം ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പൊതുവെ പൊസിഷൻ ഫുട്ബോളിനും വേഗതയേറിയ വിങ്ങർമാർക്കും പ്രാധാന്യം നൽകുന്ന 4-2-3-1 അല്ലെങ്കിൽ 4-3-3 എന്ന ഫോർമേഷനുകളാണ് അലൻസോ പരീക്ഷിക്കുന്നത്. പന്ത് കൈവശം വെച്ച് കൃത്യമായ പാസുകളിലൂടെ എതിരാളിയുടെ പ്രതിരോധം ഭേദിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഗെയിം പ്ലാൻ. ലാലിഗയിൽ റയൽ മാഡ്രിഡ് ശരിക്കും ഒരു മികച്ച തുടക്കം തന്നെയാണ് കുറിച്ചിട്ടുള്ളത്. മികച്ച കളികളിലൂടെ അവർ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം സംഭവിച്ച 2 പ്രധാന തോൽവികൾ വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടി. ആദ്യമായി അത്ലറ്റിക്കോ മാഡ്രിഡിനോടുള്ള കനത്ത തോൽവി. ഈ മത്സരത്തിൽ സാബി അലൻസോയുടെ സിസ്റ്റം തകർന്നു പോവുകയും വലിയ മത്സരങ്ങൾ ജയിക്കാൻ ഈ തന്ത്രം മതിയാവില്ലെന്ന് പലരും അഭിപ്രായപ്പെടുകയും ചെയ്തു. പിന്നീട് യൂറോപ്പിൽ അവരുടെ മോശം സമയത്തിലൂടെ കടന്നു പോകുകയായിരുന്ന ലിവർപൂളിനോടുള്ള പരാജയം സ്ഥിതി കൂടുതൽ വഷളാക്കി. വലിയ ടീമുകൾക്കെതിരെ സാബിയുടെ തന്ത്രങ്ങൾ വിജയിക്കുന്നില്ലെന്ന വാദം ഇതോടെ ശക്തമായി. ഇതിനു പിന്നാലെ ലാലിഗയിൽ തുടർച്ചയായി നേരിട്ട 3 സമനിലകൾ ടീമിന്റെ സ്ഥിരതയില്ലായ്മയുടെ സൂചനയായി. ഈ സമനിലകൾ വിലപ്പെട്ട പോയിന്റുകൾ നഷ്ടപ്പെടുത്തുകയും ലീഗിലെ മുന്നേറ്റത്തിന് തടസ്സമുണ്ടാക്കുകയും എതിരാളികളായ ബാർസലോണ ടേബിൾ ടോപ്പേഴ്സായി മാറുകയും ചെയ്തു. എങ്കിലും ഒരാശ്വാസമെന്നത് എൽ ക്ലാസിക്കോയിൽ ബാർസയെ തകർത്തത് തന്നെയായിരുന്നു. എന്നാൽ ഇതിനിടയിൽ ടീമിനകത്ത് കളിക്കാർക്കിടയിലെ ചില പ്രശ്നങ്ങളും തലപ്പൊക്കി.
വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, ഫെഡറിക്കോ വാൽവർദെ തുടങ്ങിയ പ്രധാന താരങ്ങൾക്ക് തങ്ങളുടെ സ്വാഭാവികമായി കളി പുറത്തെടുക്കാൻ സാധിക്കുന്നില്ലെന്ന തോന്നൽ ഉടലെടുത്തു. ഈ കളിക്കാർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട റോളിൽ കളിക്കാൻ കഴിയുന്നില്ലെന്ന സംശയമാണ് ഉയർന്നു വന്നത്. ബ്രസീലിയൻ യുവതാരം എൻട്രിക്ക് പോലും സാബി അലോൻസോയുടെ കോച്ചിങ്ങിനെ കുറിച്ച് പരസ്യമായി അഭിപ്രായം പറഞ്ഞത് ടീമിന്റെ ഐക്യത്തിന് കോട്ടം വരുത്തി. ഈ സാഹചര്യത്തിൽ സാബി അലോൻസോയുടെ കീഴിൽ റയൽ മാഡ്രിഡ് നിലവിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ പ്രതിഭ ചോദ്യം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പോലും ലോകോത്തര ടീമുകൾക്കെതിരെ വിജയിക്കാനുള്ള പരിചയസമ്പത്ത് അയാൾക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. എന്നാൽ സാബിക്ക് അയാളുടെ സിസ്റ്റം ഇവിടെ മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ സമയം കൊടുക്കണമെന്നാണ് ചില ഫുട്ബോൾ ആരാധകർ പറയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ലാലിഗ പോരാട്ടത്തിൽ അത്ലറ്റിക്കോ ബിൽബാവോക്കെതിരെ 3-0 എന്ന സ്കോറിൽ പരാജയപ്പെടുത്തി റയൽ ട്രാക്കിൽ കയറിയെങ്കിലും സ്ഥിരതയായി മുന്നേറാനുള്ള വഴി സാബി അലോൻസോ കണ്ടെത്തുക തന്നെ വേണം. വലിയ ടീമുകൾക്കെതിരെ മത്സരം വരുമ്പോൾ അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതുണ്ട്. കഴിഞ്ഞ സീസണിൽ കിരീടമില്ലാത്ത പര്യവസാനം റയൽ ആരാധകരെ ഏറെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാബിക്ക് ഈ സീസണിൽ പലതിനും ഉത്തരം നൽകേണ്ടതുണ്ട്.